മന്ത്രിയുടെ തന്ത്രങ്ങൾ. രാജാവിനെ തട്ടി സിംഹാസനം സ്വന്തമാക്കാൻ ഒരു വഴി കിട്ടിയിരുന്നെങ്കിൽ. ഇവൻ കുറ്റം ചെയ്തിട്ടുണ്ട്. ഇവനെ കൊണ്ടുപോയി തൂക്കിക്കൊല്ലേ. എന്താ ഇയാൾ ചെയ്ത കുറ്റം? ഇവനൊരു കെട്ടിടം പണിക്കാരനാണ്. പക്ഷേ ഇവൻ പണിയുന്നതൊന്നും അധികകാലം നിൽക്കില്ല. ഇവൻ പണിത് ഒരു വീട് താമസക്കാരുടെ പുറത്തേക്ക് ഇടിഞ്ഞു വീണു. അതിനുള്ള ശിക്ഷയോ? ആഹാ, വേറിട്ട കഴിവാണല്ലോ. ഇവൻ എനിക്ക് ഉപകാരപ്പെട്ടേക്കും. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എനിക്കൊപ്പം വിട്ടേക്കൂ. അങ്ങയുടെ കൽപ്പന പോലെ. താൻ കെട്ടിട പണിയും അല്ലേ? അതെ പ്രഭു. ഒരു ദിവസം കൊണ്ട് ഇടിഞ്ഞു വീഴുന്ന ഒരു കൊട്ടാര പണിയാമോ തനിക്ക്? പണ്ടേ കൊട്ടാരങ്ങളോ എൻ്റെ സ്പെഷ്യാലിറ്റി. ഒരെണ്ണം ഒഴികെ ഞാൻ പണിത എല്ലാ കെട്ടിടങ്ങളും ഒരാഴ്ചയിൽ പൊളിഞ്ഞിട്ടുണ്ട്. എങ്കിൽ അങ്ങനെ ഒരെണ്ണം പണിയൂ. ലോകത്തിലേക്കും ഭംഗിയുള്ളതും ഏറ്റവും ദുർബലമായതും. ഒറ്റ ദിവസത്തെ അത്ഭുതം. അക്കാര്യം ഞാൻ ഏറ്റു. അങ്ങനെ പണി തുടങ്ങി. അങ്ങേക്ക് വേണ്ടി പണിയുന്ന പുതിയ കൊട്ടാരമാണ് പ്രഭു. പ്രശസ്ത ആർക്കിടെക്റ്റ് ഉൾപ്രിനേഷിന്റെ ഡിസൈനാണ്. ആ പേര് ഞാൻ എവിടെയാ? 3 മാസം കൊണ്ട് തീരും. അങ്ങയുടെ പിറന്നാളിന് താമസം തുടങ്ങാം. ആഹാ, എന്നെ മന്ത്രി, താനില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തു ചെയ്തേനെ? വാ, അകത്തേക്ക് പോകാം. ഇവിടം സേഫ് അല്ല. ശത്രുക്കളാ എല്ലായിടത്തും. 3 മാസത്തിനു ശേഷം. സ്വാഗതം പ്രഭു. ആ ആർക്കിടെക്റ്റ് പറഞ്ഞ വാക്ക് പാലിച്ചല്ലോ മന്ത്രി. കൃത്യം 3 മാസം കൊണ്ട് പണി പൂർത്തിയാക്കിയല്ലോ. എന്നാലും ഞാൻ ആ പേര് എവിടെയാണോ കേട്ടത്. വന്നാലും പ്രഭു, ഇങ്ങേര് ഭയങ്കര സ്ലോ ആണല്ലോ. അകത്ത് കയറും മുമ്പ് കൊട്ടാരം ഇടിഞ്ഞു വീഴുമോ? അങ്ങ് അകത്തേക്ക് ചെന്നാലും. ഞാൻ ഇപ്പൊ വരാം. എൻ്റെ ജീവിതം വേറെ ലെവലാകുന്ന ബ്യൂട്ടിഫുൾ ഡേ. കൊട്ടാരം വീഴും. മണ്ടൻ രാജാവ് അതിൻ്റെ അടിയിലാകും. പിന്നെ രാജ്യത്തിന് പുതിയ രാജാവ്. ഞാൻ സിംഹാസനത്തിൽ ഒന്നിരുന്നു നോക്കാം. പ്രഭു, അങ്ങേക്ക് മഹാരാജാവിൻ്റെ ഒരു സന്ദേശമുണ്ട്. ബും ഡും. എൻ്റെ ആളുകൾ പുതിയ കൊട്ടാരത്തിന് പുറത്ത് ബോംബ് പൊട്ടിക്കുന്ന ശബ്ദമാണല്ലോ. ഓ, ആ കൊട്ടാരം ഈ കൊട്ടാരം കുലുക്കി കളഞ്ഞല്ലോ ബോംബെ. രാജാവിൻ്റെ അവസാനത്തെ സന്ദേശം. മന്ത്രി, ആ കെട്ടിട നിർമ്മാതാവിനെ ഓർമ്മ വന്നു. അയാളാണ് എൻ്റെ പഴയ കൊട്ടാരം നിർമ്മിച്ചത്. ദൈവമേ, ഈ കൊട്ടാരം പണിതത് അയാളാണോ? വേഗം ഓടി രക്ഷപ്പെടാം. അയ്യോ, ഞാൻ എന്നും മന്ത്രിയോട് കടപ്പെട്ടിരിക്കും. താനാ പുതിയ കൊട്ടാരം പണിതില്ലായിരുന്നെങ്കിൽ പഴയ കൊട്ടാരം എൻ്റെ തലയിൽ വീണേനെ. നന്ദി സൂചകമായി ഞാൻ. ഓ, കാര്യമായിട്ട് എന്തെങ്കിലും കിട്ടുമായിരിക്കും. എൻ്റെ പുതിയ കൊട്ടാരം മന്ത്രിക്ക് സമ്മാനിക്കുന്നു.